ഗുജറാത്ത് കലാപകാലത്ത് കൂട്ട ബലാത്സംഗത്തിന് ഇരയാകുമ്പോൾ ബിൽക്കിസ് ബാനുവിന് പ്രായം 21 വയസ്സായിരുന്നു. 5 മാസം ഗർഭിണി. ബലാത്സംഗത്തിന് ഇരയായപ്പോൾ കുടുംബവുമായി രക്ഷപ്പെടാൻ നോക്കി. അതിജീവിക്കാൻ ഏതെങ്കിലും വാതിലുകൾ ഉണ്ടോ എന്ന് വിചാരിച്ച് അവർ ഓടി. എന്നാൽ പിന്നാലെ വന്നവർ പിന്തുടർന്ന് വേട്ടയാടി. അവരുടെ 3 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ കുടുംബത്തിലെ 7 പേർ കൊല ചെയ്യപ്പെട്ടു. കുറ്റവാളികളെ ഹാരാർപ്പണം ചെയ്തും മധുരം കൊടുത്തും സ്വീകരിച്ച് ആനയിക്കുന്ന പരിപാടി ഈ രാജ്യത്ത് നടപ്പില്ല എന്നാണ് രാജ്യം ഭരിക്കുന്നവരോട് കോടതി പറയാതെ പറഞ്ഞിരിക്കുന്നത്. നീതിക്കായി പോരാടിയ ബിൽക്കിസ് ബാനു എന്ന പോരാളി നമുക്ക് മുന്നിൽ തലയുയർത്തി നിൽക്കുകയാണ്. നീതി അവശേഷിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തിയ അവരുടെ പോരാട്ട വീര്യത്തോട് നമ്മളും കടപ്പെട്ടിരിക്കുന്നു. നന്ദി. അതിനായി അവർക്കൊപ്പം നിന്നവർക്ക്, സുഭാഷിണി അലിക്ക്, മഹുവ മൊയ്ത്രയ്ക്ക്. അധികമൊന്നും ഉണ്ടാകാൻ ഇടയില്ലെങ്കിലും അവർക്ക് പിന്നാലെ അവർക്ക് പ്രചോദനമായി കൂടെ നിന്ന ലക്ഷക്കണക്കിന് മനസ്സുകൾക്ക്. നമസ്കാരം. സ്ത്രീകളുടെ ശക്തിയാണ് രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഒരു വാക്കുകൊണ്ടുപോലും സ്ത്രീകളെ അധിക്ഷേപിക്കരുത് എന്ന് നാം പ്രതിജ്ഞയെടുക്കണം. 2022 രാജ്യത്തിൻ്റെ 76ാം സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തതാണിത്. പ്രധാനമന്ത്രി രാജ്യ തലസ്ഥാനത്ത് അത് പറയുമ്പോൾ അങ്ങ് ഗുജറാത്തിൽ, അതേ പ്രധാനമന്ത്രിയുടെ പാർട്ടി ഭരിക്കുന്ന ഗുജറാത്തിൽ, രാജ്യത്തെ മുഴുവൻ സ്ത്രീകളുടെ പ്രത്യാശയുടെയും പരമത സ്നേഹത്തിൻ്റെയും കഴുത്തറുത്തുകൊണ്ട് ബിൽക്കിസ് ബാനു കൂട്ടബലാത്സംഗ കേസിലെ പ്രതികളെ തുറന്നുവിടുകയായിരുന്നു. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് നാരീശക്തിക്ക് ആഹ്വാനം ചെയ്തുകൊണ്ടിരുന്ന അതേ പ്രധാനമന്ത്രി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് 2022 നടന്ന രാജ്യത്തെ ഞെട്ടിച്ച ഗുജറാത്ത് കലാപക്കേസിലെ നിരവധി സംഭവങ്ങളിൽ ഒന്നായിരുന്നു ബിൽക്കിസ് ബാനു കൂട്ട ബലാത്സംഗ കേസ്. ആ കേസിൽ പ്രതികളായ 11 പേരെ നിയമ സംവിധാനത്തെ ഒന്നാകെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് തുറന്നുവിടുകയായിരുന്നു. ജനാധിപത്യം കൊണ്ട് തന്നെ തോൽപ്പിക്കപ്പെടും എന്ന് നമ്മളെ മനസ്സിലാക്കി തന്ന കാലം. അങ്ങനെ ഒരു കാലം ആരംഭിക്കുന്നുവോ എന്ന് ഭീതിയോടെ നാടാകെ ഉറ്റുനോക്കിയ സംഭവം. എന്നാൽ ഇന്നിപ്പോൾ സുപ്രീം കോടതിയുടെ ഉത്തരവ് ഇന്ത്യയുടെ ജുഡീഷ്യറിയിൽ അവശേഷിക്കുന്ന പ്രത്യാശയുടെ കിരണങ്ങളാണ് പുറപ്പെടുവിക്കുന്നത്. ഇരകൾക്ക് കിട്ടേണ്ട നീതിന്യായ വ്യവസ്ഥയെ അട്ടിമറിച്ചുകൊണ്ട് ഒരു സർക്കാർ കൈക്കൊള്ളുന്നതിനെതിരെയാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. പ്രതികളെ വിട്ടയക്കാൻ ഗുജറാത്ത് സർക്കാരിന് എന്ത് അധികാരം എന്ന് കോടതി ചോദിച്ചു. കേസിൽ കുറ്റവാളികൾക്ക് ശിക്ഷാ ഇളവ് നൽകിയതിനെതിരായ ഹർജികൾ നിലനിൽക്കുന്നതാണ്. വിചാരണ നടന്ന മഹാരാഷ്ട്ര സർക്കാരിനാണ് തീരുമാനമെടുക്കാൻ അവകാശമുള്ളത്. റദ്ദാക്കേണ്ട ഒരു വിധിയാണ് ഇത് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ഗുജറാത്ത് സർക്കാരിന് ഇത്തരമൊരു ഉത്തരവിറക്കാൻ അവകാശമില്ല എന്നും സുപ്രീം കോടതി വിധിയിൽ പറയുന്നു. കേസിലെ 11 പ്രതികളിൽ ഒരാൾ ശിക്ഷാ ഇളവിന് സുപ്രീം കോടതിയെ സമീപിച്ചത് വസ്തുതകൾ മറച്ചുവെച്ചുകൊണ്ടാണ്, തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ്. ഒരു പ്രതിയുടെ ഹർജിയിൽ ശിക്ഷാ ഇളവ് പരിഗണിക്കണം എന്ന മുൻ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കുകയും ചെയ്തു. തടവുപുള്ളികൾക്ക് ശിക്ഷാ ഇളവ് അനുവദിക്കുന്ന 1992 നയത്തിൻ്റെ പേരിലാണ് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട 11 കൊടും കുറ്റവാളികളെ തുറന്നുവിടാൻ ഗുജറാത്തിലെ BJP സർക്കാർ തീരുമാനിച്ചത്. തീരുമാനത്തിനെതിരെ ബിൽക്കിസ് ബാനുവും CPM നേതാവ് സുഭാഷിണി അലിയും TMC നേതാവ് മഹുവ മൊയ്ത്രയും നൽകിയ ഹർജിയിലാണ് BJP കേന്ദ്ര നേതൃത്വത്തിന് തന്നെ കനത്ത തിരിച്ചടിയായ വിധിയിലേക്ക് നയിച്ച സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഗുജറാത്ത് കലാപകാലത്ത് കൂട്ട ബലാത്സംഗത്തിന് ഇരയാകുമ്പോൾ ബിൽക്കിസ് ബാനുവിന് പ്രായം 21 വയസ്സായിരുന്നു. 5 മാസം ഗർഭിണി. ബലാത്സംഗത്തിന് ഇരയായപ്പോൾ കുടുംബവുമായി രക്ഷപ്പെടാൻ നോക്കി. അതിജീവിക്കാൻ ഏതെങ്കിലും വാതിലുകൾ ഉണ്ടോ എന്ന് വിചാരിച്ച് അവർ ഓടി. എന്നാൽ പിന്നാലെ വന്നവർ പിന്തുടർന്ന് വേട്ടയാടി. അവരുടെ 3 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ കുടുംബത്തിലെ 7 പേർ കൊല ചെയ്യപ്പെട്ടു. ജസ്വന്ത് നായിക്, ഗോവിന്ദ് നായിക്, ശൈലേഷ് ഭട്ട്, രാധേശ്യം ഷാ, ബിപിൻ ചന്ദ്ര ജോഷി, കേസർഭായ് വൊഹാനിയ, പ്രദീർ മൊദ്ധിയ, ബഗാഭായ് വൊഹാനിയ, രാജുഭായ് സോണി, മതേഷ് ഭട്ട്, രമേശ് ചന്ദന എന്നിവരായിരുന്നു കേസിൽ പ്രതികളായത്. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടതോടെ BJP നേതാക്കൾ അവർക്കായി രംഗത്തെത്തി. ബ്രാഹ്മണരായ പ്രതികൾ ജയിലിൽ കിടക്കുന്നത് പാപമാണെന്ന് വാദിച്ച് നാട്ടുകാരെ ഇളക്കിവിട്ടു. അതേസമയം സമാന്തരമായി പ്രതികൾക്ക് വേണ്ടി ഭരണകൂടത്തെയും ഉപയോഗിച്ചു. കലാപം നടന്ന കാലത്തെ മുഖ്യമന്ത്രി പിന്നീട് പ്രധാനമന്ത്രിയായി. ഗുജറാത്ത് സ്വന്തം പാർട്ടിയുടെ കയ്യിൽ ഭദ്രമായി ഇരിക്കുകയും ചെയ്യുന്നു. തീരുമാനങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. കോടതികൾക്ക് മുന്നിൽ കുറേ ഹർജികൾ മാത്രമാണ് പിന്നീട് ബാക്കിയുണ്ടായിരുന്നത്. അങ്ങനെ അവർ പുതിയ വൈകാരിക തലം സൃഷ്ടിച്ചു. അങ്ങനെ ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ രാജ്യത്തെ ആകെ തലകുനിപ്പിക്കുന്ന ആ തീരുമാനം വന്നു. ദില്ലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി
സ്ത്രീ ശക്തിയെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിച്ച് മൈക്ക് മാറ്റുന്നതിന് മുമ്പ് ഗുജറാത്തിൽ ബിൽക്കിസ് ബാനു കൂട്ടബലാത്സംഗ കേസിലെ 11 കുറ്റവാളികളെ പൊതുജനത്തിനിടയിലേക്ക് തുറന്നുവിട്ടു, യഥേഷ്ടം തുറന്നുവിട്ടു. ബ്രാഹ്മണ ശിക്ഷ എന്ന പാപബോധം സൃഷ്ടിച്ച് കൊടും കുറ്റവാളികളെ പൊതുമധ്യത്തിലേക്ക് സ്വീകരിച്ച് ആനയിച്ചു. പരമത വിദ്വേഷം കൊണ്ട് മതരാഷ്ട്രവാദികളുടെ വാളിനും തോക്കിനും ക്രൗര്യത്തിനും ഇരയായ ഗുജറാത്ത് കലാപ കേസിലെ ഇരകളെ മാത്രമല്ല, രാജ്യത്തെ ജനാധിപത്യത്തെക്കുറിച്ച് പ്രതീക്ഷയുള്ള ജനതയെ മുഴുവൻ ഞെട്ടിച്ച തീരുമാനം. ഗുജറാത്ത് സർക്കാർ സംഘടിപ്പിച്ച പരിപാടിയിൽ സർക്കാരിൻ്റെ അതിഥികളായി പോലും പ്രതികളെത്തി. BJP MP-യും MLA-യും പങ്കെടുത്ത സർക്കാർ പരിപാടിയിൽ ബിൽക്കിസ് ബാനു കൂട്ടബലാത്സംഗ കേസിലെ ഒരു പ്രധാന കുറ്റവാളി ശൈലേഷ് ചിമൻലാൽ ഭട്ടിനെയും പങ്കെടുപ്പിച്ചു. 2023 മാർച്ച് 25-ന് ദഹോദ് ജില്ലയിലെ കർമാടി ഗ്രാമത്തിൽ നടന്ന പരിപാടി ഏവരുടെയും മനസ്സുലച്ചു. പൂജയിൽ പോലും അവരെ പങ്കെടുപ്പിച്ചു. ഇതാണ് നടന്നത്. തൽക്കാലത്തേക്കെങ്കിലും ആ തീരുമാനത്തിന് നീതിന്യായ വ്യവസ്ഥ ചെക്ക് വച്ചിരിക്കുന്നു. അപരമത വിദ്വേഷം തീർക്കാൻ ഒരു പെണ്ണിനെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊല്ലാക്കൊല ചെയ്യുകയും അവരുടെ 5 മാസം പ്രായമുള്ള ഗർഭസ്ഥ ശിശുവിനെ വയറ്റിലിട്ട് ചവിട്ടി കൊലപ്പെടുത്തുകയും 3 വയസ്സുള്ള കുഞ്ഞിനെ കൺമുന്നിലിട്ട് തല ഭിത്തിയിലിടിച്ച് കൊലപ്പെടുത്തുകയും വീട്ടിലെ ബാക്കി 7 പേരെ വെട്ടിയും കുത്തിയും കൊന്നു തീർക്കുകയും ചെയ്ത കൊടും കുറ്റവാളികളെ ശിക്ഷ പൂർത്തിയാകും മുമ്പ് ഇറക്കിവിട്ടത് നീതിന്യായ വ്യവസ്ഥയ്ക്ക് തന്നെ നാണക്കേടാണ് എന്ന് ഒടുവിൽ സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു. കുറ്റവാളികളെ ഹാരാർപ്പണം ചെയ്തും മധുരം കൊടുത്തും സ്വീകരിച്ച് ആനയിക്കുന്ന പരിപാടി ഈ രാജ്യത്ത് നടപ്പില്ല എന്നാണ് രാജ്യം ഭരിക്കുന്നവരോട് കോടതി പറയാതെ പറഞ്ഞിരിക്കുന്നത്. നീതിക്കായി പോരാടിയ ബിൽക്കിസ് ബാനു എന്ന പോരാളി നമുക്ക് മുന്നിൽ തലയുയർത്തി നിൽക്കുകയാണ്. നീതി അവശേഷിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തിയ അവരുടെ പോരാട്ട വീര്യത്തോട് നമ്മളും കടപ്പെട്ടിരിക്കുന്നു. നന്ദി. അതിനായി അവർക്കൊപ്പം നിന്നവർക്ക്, സുഭാഷിണി അലിക്ക്, മഹുവ മൊയ്ത്രയ്ക്ക്. അധികമൊന്നും ഉണ്ടാകാൻ ഇടയില്ലെങ്കിലും അവർക്ക് പിന്നാലെ അവർക്ക് പ്രചോദനമായി കൂടെ നിന്ന ലക്ഷക്കണക്കിന് മനസ്സുകൾക്ക് നന്ദി, നമസ്കാരം.